ഡാനി, ഈ ഈ CMR പിണറായി വിജയനെതിരെ കർത്ത നൽകിയ പിണറായി വിജയനുമായുള്ള ബന്ധത്തിന്റെ പുറത്താണ് കർത്ത വീണയെ സഹായിച്ചത് എന്ന വളരെ കൃത്യമായ മൊഴി. ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയൻ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ പോലും അത് മൊഴിയായി ഉള്ളതാണ്. അതിൽ വളരെ കൃത്യമായി പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സ്വാഭാവികമായും ഇനിയുള്ള ചോദ്യം ചെയ്യൽ പിണറായിയിലേക്കായിരിക്കും. നേരത്തെ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെത്തിയാണ് വീണയെ ചോദ്യം ചെയ്തത്. ആ സമയത്ത് പിണറായിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. തന്നെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പിണറായി വിജയൻ പറയുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇനിയിപ്പോൾ അത്ര എളുപ്പമല്ല പിണറായിക്ക് മാറി നിൽക്കാൻ. സ്വാഭാവികമായും പിണറായിയിലേക്ക് ചോദ്യം ചെയ്യലെത്തും. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. എന്ത് സഹായം എന്തിന്റെ പുറത്താണ് നൽകിയത് എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടി വരും. ഇനിയിപ്പോ ഇഡിയുടെ നീക്കം പിണറായിക്കെതിരെ ആവാനുള്ള സാധ്യതയല്ലേ കൂടുതൽ? കൂടുതൽ സാധ്യതകൾ ആ രീതിയിലുണ്ട്. കാരണം സാഹചര്യങ്ങൾ അത്രത്തോളം ഗുരുതരമായിരിക്കുന്നു. കാരണം അദ്ദേഹം കൂടി ഇത്തരം കാര്യങ്ങളിൽ ഉത്തരം പറയേണ്ട നിർബന്ധിതമായ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്തരം സൂചനകൾ തന്നെയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കർത്തയുടെ 2024 മൊഴി തന്നെയാണ്. പിണറായി വിജയനുമായുള്ള വ്യക്തിബന്ധമായ ഒരു അടുപ്പം കൊണ്ടാണ് ഈ രീതിയിലേക്ക് കരാർ പോകുന്നത്. മറ്റൊരു സേവനവും നൽകിയിട്ടില്ല എന്നത് ഒരു ഭാഗത്തെ മൊഴിയായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു പ്രത്യേക കാലയളവിൽ 2017 പ്രത്യേക കാലയളവിൽ യാതൊരു രീതിയിലുള്ള ഇൻവോയ്സും ഇല്ലാതെ തുക കൈപ്പറ്റിയിരിക്കുന്നു. വൻ തുക 45 ലക്ഷത്തോളം രൂപ ഈ ഒരു 10 മാസ കാലയളവ് കൊണ്ട് കൈപ്പറ്റിയിരിക്കുന്നു എന്നതെല്ലാം തന്നെ പറയുമ്പോൾ അത് എന്തിനു നൽകി, എന്തായിരുന്നു സേവനം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയണം. അത് ഈ വ്യക്തിബന്ധങ്ങൾക്കിടയിൽ ഏതെങ്കിലും രീതിയിലുള്ള മുതലെടുപ്പുകൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നതിന് അദ്ദേഹം കൂടി ഉത്തരം പറയേണ്ട രീതിയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ വൈകാതെ അങ്ങനെയൊരു നീക്കം ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അതിലൊട്ടും അത്ഭുതപ്പെടേണ്ടതില്ല. ഒരുപക്ഷെ ആ വീണയെ ഇനിയും ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അത്തരമൊരു നടപടികളിലേക്ക് നീങ്ങുക എന്നതെല്ലാം തന്നെയാണ് മനസ്സിലാക്കുക. കാരണം അതിലേക്ക് ഇനിയും കൂടുതൽ ഒരുപക്ഷെ തെളിവുകളും കാര്യങ്ങളും എല്ലാം തന്നെ സമാഹരിക്കപ്പെടേണ്ടതുണ്ടാകാം. ഏതായാലും നിലവിൽ ലഭ്യമായ തെളിവുകളെല്ലാം തന്നെ വളരെ ഗൗരവതരമായ തെളിവുകൾ തന്നെയാണ്. ഒപ്പം CMRLൻ്റെ ആ കമ്പനിയുടെ ഒരു പശ്ചാത്തലം സംബന്ധിയായ കാര്യങ്ങളിലും ദുരൂഹത നിലനിൽക്കുന്നു. ഒരു 15 വർഷത്തിനിടെ 182ഓളം കോടി രൂപയുടെ ഒരു ക്രമക്കേടുകൾ, അതായത് അവരുടെ ഒരു പേയ്മെൻറ്റ് സർക്കുലർ രീതി അതാണ് അവർ അതിനുവേണ്ടി അവലംബിച്ചിരിക്കുന്നത്. അതൊരു കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടിൻ്റെ പരിധിയിലെല്ലാം തന്നെ നിയമത്തിൻ്റെ പരിധിയിലെല്ലാം വരുന്ന ഒരു കാര്യങ്ങളായിട്ടാണ് ഇഡിയുടെ കണ്ടെത്തൽ ഉള്ളത്. അതായത് ഇടപാടുകാർക്ക് ഇൻവോയ്സ് നൽകിക്കൊണ്ട് അവർക്ക് ഇൻവോയ്സ് നൽകുന്നു, പിന്നീട് അവരിൽ നിന്ന് തുക തിരിച്ചു വാങ്ങുകയും ചെയ്യുന്നു, അവർക്ക് അതിന് കമ്മീഷൻ നൽകുകയും ചെയ്യുന്നു. ഈ രീതിയിലുള്ള ഒരു ഇടപാടുകൾ നടന്നിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. 15 വർഷത്തിനിടെ വളരെ വലിയ തുകയുടെ ഒരു ക്രമക്കേടുകൾ അതിൽ നടന്നിട്ടുണ്ട് എന്ന് ഇഡി അവരുടെ രേഖകളിൽ തന്നെ സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഇതിൻ്റെ ഒരു ഉപകമ്പനിയിലേക്ക്, CMRൻ്റെ ഒരു ഉപകമ്പനിയിലേക്ക് പണം കൈമാറിയിട്ടുണ്ട്. ഡാനി, ഇപ്പോൾ ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ഷോണ്, ഇന്നലെ നമ്മൾ ചില തെളിവുകളൊക്കെ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നത് വീണ ഇൻവോയ്സ് പോലും ലഭിക്കുന്നതിന് മുൻപ് 45 ലക്ഷം രൂപ മുൻകൂറായി കൈപ്പറ്റി എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ കർത്തായ്ക്കെതിരെ ഇഡിയുടെ കൂടുതൽ കണ്ടെത്തലുകളുണ്ട്. ഇനിയിപ്പോൾ അന്വേഷണം, മൊഴിയുണ്ട് പിണറായി വിജയനെതിരെ. ഇനിയിപ്പോൾ അന്വേഷണം നേരെ പിണറായിയിലേക്കാകുമോ? ഇന്നലെ ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി വന്നത്. അല്ല, ഇത് അദ്ദേഹം ഓരോ കാലത്ത് ഓരോ ന്യായീകരണം ഇത്ര കാലം പറഞ്ഞുകൊണ്ട് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. ഇന്നലെ പറഞ്ഞത് തന്നെ ഉദ്ദേശിച്ചാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്, തന്നെ ലക്ഷ്യം വെച്ചാണ്. തീർച്ചയായിട്ടും പിണറായി വിജയനെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഞാൻ ഈ പരാതി നൽകിയതും ഈ പരാതി മുമ്പോട്ടല്ല. വീണ വിജയനെ ജയിലിലാക്കാൻ വേണ്ടിയല്ല ഈ പരാതി നൽകി. വീണ ഇതിനകത്തൊന്നുമല്ല, വീണ ഇതിനകത്തൊരു കക്ഷിയല്ല. പിണറായി വിജയൻ, ഇന്നലത്തെ മൊഴി കൊണ്ട് തന്നെ എല്ലാവർക്കും ബോധ്യമായല്ലോ, പിണറായി വിജയന് വേണ്ടി കൊടുത്ത പണമാണ്, സേവനങ്ങൾ ലഭ്യമല്ല, ലഭിച്ചിട്ടില്ല എന്ന് പണം കൊടുത്തയാൾ പറഞ്ഞാൽ ഇനി ആരാ പറയേണ്ടത്? തീർച്ചയായിട്ടും ഈ കേസ് അന്വേഷണം ചെന്നെത്തേണ്ടത് പിണറായി വിജയനായിട്ട്, ശിക്ഷിക്കപ്പെടേണ്ടതും വീണയല്ല പിണറായി വിജയനാണ്. വീണ ഇതിനകത്തൊരു ഭാഗമായി എന്നത് മാത്രമേ ഉള്ളൂ. ഇത് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അനധികൃതമായി നടത്തിയ ഇടപാടുകൾക്ക് കിട്ടിയ കൈക്കൂലിയാണ്. അതിന് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും ഇതിന്മേൽ ശക്തമായ നടപടി അന്വേഷണ ഏജൻസിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഷോൺ ജോർജാണ് ഈ കേസിലെ പരാതിക്കാരൻ. ഷോണാണ് ഇപ്പോൾ പ്രതികരിച്ചത്. നന്ദി ഷോണ്. ഡാനി തുടരുന്നു. ഡാനി, അതായത് പിണറായി വിജയനിലെ കാര്യങ്ങളെത്തും, സംശയമില്ല. ഇന്നിപ്പോൾ ആ തരത്തിലുള്ള നീക്കങ്ങളാണ്. അതിനൊപ്പമാണ് ഈ കൂടുതൽ കണ്ടെത്തലുകൾ ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഒപ്പം കർത്തായ്ക്കും കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ലല്ലോ.
15 വർഷത്തിനിടയിൽ 182 കോടിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ, ക്രമക്കേട് എന്ന് പറയുമ്പോൾ CMR-ലും ചോദ്യമുനയിലാണ്. ഈ പണമൊക്കെ ഏത് തരത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടി വരും. ഇത് വാങ്ങിയ രാഷ്ട്രീയക്കാർ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ, CMR-ന് സഹായം നൽകിയവരൊക്കെ ED-യുടെ റഡാറിലാണ് എന്ന് വേണം കരുതാൻ. അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. കാരണം കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങുന്നു. കൂടുതൽ ചോദ്യം ചെയ്യൽ എന്ന് പറയുമ്പോൾ ഈ CMRL കേസിൻ്റെ ഒരു മാനം തന്നെ മാറുന്നൊരവസ്ഥയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ED-യുടെ നിലവിലുള്ള കണ്ടെത്തലുകളാണ് നമ്മൾക്ക് ഇപ്പോൾ കൃത്യമായ രേഖകൾ പ്രകാരം തന്നെ പുറത്തുവിടുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൽ വസ്തുനിഷ്ഠമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും അധികം പണം, ഈ 182 കോടിയോളം രൂപയുടെ ഒരു ക്രമക്കേടുകൾ നടന്നതായിട്ട് കണ്ടെത്തുമ്പോൾ ഈ തുക ആർക്ക്, എന്തിനൊക്കെ, എങ്ങനെയെല്ലാം വീതം വെച്ചു എന്നതെല്ലാം തന്നെ അതിൽ കൃത്യമായി കമ്പനി ഉടമസ്ഥർ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം നൽകേണ്ടതുണ്ട്. CMR-ന്റെ ഡയറക്ടർ ബോർഡിലുള്ളവർ, അവരുടെ ഉപകമ്പനിയിലുള്ളവർ, ഇവരെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് CMR-ലുമായി ചോദ്യം ചെയ്യൽ വന്നിരുന്നു. അവരുടെ ഫിനാൻസ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥരടക്കം ആ ചോദ്യം ചെയ്യലേക്കെല്ലാം തന്നെ വന്നിരുന്നു. ഇതിനുശേഷമാണ് ഈ രീതിയിലേക്കുള്ള ED-യുടെ റിപ്പോർട്ടടക്കം പുറത്തു വരികയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും. അത് ഈ പണം വാങ്ങിയവരിലേക്ക് എത്തുമോ എന്നതെല്ലാം തന്നെയാണ് ഇനി അറിയേണ്ടത്. കാരണം നേരത്തെ തന്നെയും ഇതിൻ്റെ ഒരു രേഖകൾ പലരുടെയും പേരിൻ്റെ ആദ്യ ഇനീഷ്യൽസ് എല്ലാം ചേർത്തുകൊണ്ട് ഈ പണം കൈമാറി എന്ന് പറയുന്ന രീതിയിൽ ആ ഒരു ഡയറി കുറിപ്പുകളെല്ലാം തന്നെ നേരത്തെ വന്നതാണ്. പക്ഷേ അതന്ന് കാര്യമായ ചോദ്യം വിശദീകരണങ്ങളോ ED-യുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ രീതിയിലൊരു അന്വേഷണവും ഇല്ലാതെ തന്നെയാണ് പോയിരുന്നത്. പക്ഷേ അങ്ങനെ നടന്നു എന്നതിന് കൃത്യമായ രീതിയിലുള്ള തെളിവുകൾ കണ്ടെത്താൻ ED-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 182 കോടി രൂപ എന്ന് പറയുന്ന ഒരു ചെറിയ തുകയൊന്നുമല്ല. അപ്പോൾ ഇത് കള്ളപ്പണമാണെങ്കിൽ, അതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ കൃത്യമായും അവർക്ക് കൂടി ഉത്തരം പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഈ ചോദ്യം ചെയ്യലിൻ്റെ ശൃംഖല കൂടി വളരെ വലുതാകുകയാണ്. അതിനി ആ തുക കൈപ്പറ്റിയ രാഷ്ട്രീയക്കാരടക്കമുള്ളവരിലേക്ക് നീങ്ങുമോ എന്നതാണ് ഇനി ബാക്കി നിൽക്കുന്ന ചോദ്യം. തീർച്ചയായും ഡാൻ കുര്യനാണ് ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 182 കോടിയുടെ ക്രമക്കേട് കർത്തയുടെ കമ്പനി നടത്തുന്നു. വീണ വിജയൻ അനധികൃതമായി പണം കൈപ്പറ്റുന്നു. റെസിപ്റ്റ് പോലുമില്ലാതെ അഡ്വാൻസായി പോലും പണം നൽകിയെന്നാണ് ഇപ്പോൾ ഡാനി പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.